പൊന്നുഗുരുവായൂരപ്പനെ ഒന്ന് കാണണമെന്ന് വലിയ മോഹം മാനവേദ രാജാവിന്, സാമൂതിരിപ്പാടിന്. വില്ലുമംഗല സ്വാമിയാരോട് പറഞ്ഞു, ഒന്ന് പറയോ ഭഗവാനോട്? ഓ ആവാം. വില്ലുമംഗലം അതിനൊന്നും പുറപ്പെടണ്ടെന്ന് ഭഗവാൻ നിർബന്ധിച്ചപ്പോൾ അവസരം കൊടുത്തു. പിറ്റേ ദിവസം ഗുരുവായൂരിലെ പവിഴമല്ലിത്തറയുടെ ചോട്ടിൽ സാക്ഷാൽ പൊന്നുഗുരുവായൂരപ്പൻ ചിരട്ട നിറയെ പൂഴി നിറച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ണാത് പറഞ്ഞു കെട്ടിപ്പിടിച്ചു മാനവേദൻ. ഇതൊന്നും ഞാൻ വില്ലുമംഗലത്തിനോട് പറഞ്ഞിട്ടില്ല എന്ന് ഭഗവാൻ അപ്രത്യക്ഷായി. ആ ഇടിപിടിയുടെ ഇടയിൽ ഒരു മയിൽപ്പീലി നിലത്ത് വീണു. അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കൃഷ്ണഗീതി എഴുതി. ആ കൃഷ്ണഗീതിയാണ് പിന്നീട് കൃഷ്ണനാട്ടമായത്. ആ കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണൻ്റെ വേഷം കെട്ടുന്ന കുട്ടിയുടെ കിരീടത്തിൽ ഇന്നും ആ കണ്ണൻ്റെ പീലിയുണ്ടത്രേ. കൃഷ്ണ ഗുരുവായൂരപ്പ.